ഹലോ, പുതിയ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സംസാരിക്കുന്നത് ജിത്തു ജോസഫിന്റെ പുതിയ ചിത്രത്തെ പറ്റിയാണ്. വലതുവശത്തേക്കാണ്. എന്നെ തിയേറ്ററിൽ പോയി കണ്ട നല്ലൊരു ഫിലിം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കാരണം ജിത്തു ജോസഫിന്റെ സൈഡിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണോ അത് ഒട്ടും ചോരാതെ തന്നെ നമ്മളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം ആ ശ്രമം എല്ലാവർക്കും വർക്കാകും എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ പോലെ ഒരാൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം മലയാള ഫിലിം ഇതുവരെ കാണാത്ത രണ്ട് വ്യത്യസ്ത കോംബോ എന്ന് പറഞ്ഞു തുടങ്ങാം. ബിജു മേനോൻ, ജോജോ വർഗീസ്. ഇവര് തമ്മിലുള്ള ഒരു കോംബോ തിയേറ്ററിൽ പുതിയൊരു അനുഭവം എല്ലാവർക്കും സമ്മാനിക്കുന്നതായിരിക്കും. കാരണം ഇത്തരത്തിലൊരു കോംബോ എന്തുകൊണ്ടാണ് മുന്നേ മലയാള ഫിലിം പരിശോധിക്കാത്തത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു രംഗങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലൊരു കോംബോ എന്തുകൊണ്ട് സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഓരോ പ്രേക്ഷകനും തോന്നുന്ന രീതിയിലാണ് ഫിലിമിന്റെ മുന്നോട്ടുള്ള പോക്ക്. ജിത്തു ജോസഫിന്റെ ഫിലിമിനെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു ക്രൈം ത്രില്ലറാണ്. അതുപോലെ തന്നെ ഒരു ഇമോഷൻ ലോക്കും ഫിലിമിൽ കാണാൻ സാധിക്കും. ഇത്തരത്തിലെ ഫിലിം കണ്ടു തുടങ്ങിയിട്ട് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സ്. ഫസ്റ്റ് ഹാഫ് ലാഗിങ് ഉള്ളത് പോലെയും ഫസ്റ്റ് ഹാഫ് നമ്മളെ മടുപ്പിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ആൾക്കാർ. ഫസ്റ്റ് ഹാഫിലെ ചില രേഖകൾ, ചില പോയിന്റുകൾ നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് കണക്ട് ഉള്ളതായിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് കാണാം. ഫസ്റ്റ് ഹാഫില് ബിജു മേനോൻ എന്ന ഒരു പോലീസുകാരനെ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ഹാഫ് ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ജോജോ വർഗീസിന്റെ ഒരു ബിൽഡപ്പും അതുപോലെ തന്നെ ബിജു മേനോനെ പറ്റിയൊക്കെ സംസാരിച്ച് കഥ പറഞ്ഞു പോവാണ്. നല്ലൊരു രക്ഷിതാവ് എന്നൊരു ആശയം, അല്ലെ ഗുഡ് പാരന്റ് എന്നൊരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. ഇത്തരത്തിലെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡുകളെ പരാമർശിച്ചുകൊണ്ട് ചിത്രം മുന്നോട്ട് കടന്നു പോകുണ്ടാകുന്ന ക്രൈമും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. ക്യാമറ വർക്കിനെ ഒന്നും കൂടി എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ ഷോട്ട്സും അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം അത്രത്തോളം ക്യാമറ വർക്കിനെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ് തിയേറ്ററിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ദൃശ്യത്തിൽ പ്രതീക്ഷിച്ചതുപോലെ മറ്റു പടങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടിരിക്കുന്ന പോലെ വ്യത്യസ്ത സിംഗിൾ ഷോട്ടുകൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ഇത്തരത്തിലൊരു കോംബോ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് കൂടാതെ ജോജോ വർഗീസിന്റെ സീനുകൾ കുറച്ചും കൂടി ഉൾപ്പെടുത്താമായിരുന്നു എന്നൊരു പ്രേക്ഷകൻ രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നമ്മളെ മടുപ്പിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലാഗ് അടിപ്പിക്കുന്നുണ്ടെങ്കിലോ സെക്കൻഡ് ഹാഫ് അതിനെല്ലാം കൂടി ശക്തമായ ഒരു തിരിച്ചെടുത്ത് തന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സെക്കൻഡ് ഹാഫിലെ പല കാര്യങ്ങളും ഫസ്റ്റ് ഹാഫിൽ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. അതുകൊണ്ട് ഈ ചിത്രം ഒരു ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ആയിട്ടും ഒക്കെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നതാണ്. ഒരു ഗുഡ് പാരന്റ് എന്നുള്ള ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് പോകുന്ന ഫിലിം ആയതുകൊണ്ട് തന്നെ ഈ ഫിലിം ഒരു മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദൃശ്യം 3 പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഫിലിം കിട്ടിയത് വളരെ നന്നായി എന്ന് തോന്നുന്നു. ഇതിനേക്കാളും ഒരു സ്റ്റെപ്പ് മുകളിലായിരിക്കും ദൃശ്യം 3 എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ ലെന നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് ആ ഫിലിമിൽ. അതുപോലെ തന്നെ ഒരു പോലീസ് സ്റ്റേഷന്റെ ഒരു സീനൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനും അതിലെ ആക്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ നടക്കുമോ എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നമ്മൾ പോലീസുകാർ ഇങ്ങനെയാണോ ചിന്തിക്കുക, നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണോ എന്നുള്ള ചില നെഗറ്റീവ് സൈഡുകൾ എനിക്കതിൽ തോന്നിയിട്ടുണ്ട്. നെഗറ്റീവും പോസിറ്റീവ് സൈഡുകളും ഉൾക്കൊണ്ടുകൊണ്ട് സിനിമയെ സിനിമയായി കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ല സിനിമയായിരിക്കും 2.5 മണിക്കൂറേക്ക്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഫിലിം കാണുക. ആർക്കും തന്നെ കൊടുക്കുന്ന 250 രൂപയോ 100 രൂപയോ നഷ്ടമായില്ല എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഓരോരുത്തർക്കും ഫിലിമിനെ ആസ്വദിക്കുന്ന രീതി വ്യത്യസ്തമായതുകൊണ്ട് തന്നെ എൻ്റെ ആസ്വാദന രീതിയിൽ എനിക്ക് ഈ ചിത്രം നല്ലൊരു ചിത്രമായിട്ടാണ് തോന്നിയത്. 2.5 മണിക്കൂർ നമ്മുടെ സമയം വേസ്റ്റാക്കി കളയാതെ നമ്മളെ ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ക്രൈം ത്രില്ലർ കാണുന്നതിൻ്റെ ഫീൽ കിട്ടിക്കൊണ്ടാണ് എനിക്ക് ഈ ചിത്രം മുന്നോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ഫിലിം നല്ലൊരു ഫിലിമാണ്. ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ മുൻ ചിന്താഗതികളില്ലാതെ ഫിലിം കാണാൻ പോവുക. അപ്പോൾ നമുക്ക് അത്ര ഒരു എന്താ പറയുക, കുറേ റിവ്യൂസ് ഒക്കെ ഉണ്ട്, കുറേ ഓവർ എക്സ്പെക്ടേഷൻ കൊണ്ടൊന്നും ഫിലിമിന് പോയിട്ട് കേട്ടോ.
ജസ്റ്റ് ഒരു ഫിലിം വന്നു കണ്ടു എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു ഫിലിം ആയിരിക്കും. അല്ലാതെ ദൃശ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ മുകളിലുള്ള സിനിമയെ പ്രതീക്ഷിച്ചുകൊണ്ടോ ഈ ചിത്രത്തെ സമീപിക്കരുത്. അല്ലാത്ത രീതിയിൽ നിങ്ങൾ ചിത്രം കാണുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഫിലിമായിരിക്കും. അതുകൊണ്ട് മുഴുവൻ പേരും തിയേറ്ററിൽ പോയി ഫിലിം കാണുക. ഓരോ ആൾക്കാരുടെയും ഫിലിം ആസ്വദിക്കുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് അത്തരത്തിൽ അവരവരുടെ പെർസ്പെക്റ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ചിത്രം കണ്ട് അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ ഓക്കെ, ബൈ.